എന്തിനാണ് കോൺഗ്രസിന്റെ തൊഴുത്തിലെ പശുവായി മുസ്ലിം ലീഗ് നിൽക്കുന്നത്? കോൺഗ്രസിന്റെ പല നിലപാടുകളോടും ലീഗിന് അതൃപ്തിയുണ്ട്. എപ്പോൾ വേണമെങ്കിലും BJP-യിലേക്ക് പോകാൻ ഉദ്ദേശിച്ചു നിൽക്കുന്ന നേതാക്കന്മാർ, എപ്പോൾ വേണമെങ്കിലും നിലപാട് മാറ്റുന്ന കോൺഗ്രസ്, അവിടെ ഇരിക്കാൻ ഈ കോൺഗ്രസ്സുകാർക്ക് എങ്ങനെ സാധിച്ചു എന്നാണ് മുസ്ലിം ലീഗ് MP-മാർ ചോദിക്കുന്നത്. ഈ കോൺഗ്രസിനെയും ഈ കോൺഗ്രസ് നേതൃത്വത്തെയും കണ്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് നടക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അധികാരമോഹികളായ കുറച്ച് നേതാക്കൾ, അധികാരം അവർക്ക് കിട്ടിയില്ലെങ്കിൽ അത് എവിടുന്നാണോ കിട്ടുന്നത് അങ്ങോട്ടേക്ക് പോകും. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗിന്റെ രാജ്യസഭ MP കൂടിയായ, മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ PV അബ്ദുൽ വഹാബ് രാജ്യസഭയിൽ കേരളത്തിൽ നടക്കുന്ന ഗവർണർ സർക്കാർ പോരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചത്. കേരളത്തിലാകട്ടെ പ്രതിപക്ഷം, വിശിഷ്യ കോൺഗ്രസ്, ഇക്കാര്യത്തിൽ ഗവർണറുടെ ഈ നടപടിക്കെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഗവർണർക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുസ്ലിം ലീഗിന്റെ ഒരു MP, അതും പാർലമെന്റിൽ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ കോൺഗ്രസിന്റെ പല നിലപാടുകളോടും ലീഗിന് അതൃപ്തിയുണ്ട്. അത് വ്യക്തമാക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന LDF-ന്റെയോ അല്ലെങ്കിൽ CPM-ന്റെയോ ലേബലിലല്ലാതെ കേരളത്തിന്റെ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഫെഡറലിസത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജന്തർ മന്ദിറിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ പരിപാടിയിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തിരുന്നു, മുഖ്യമന്ത്രിമാർ പങ്കെടുത്തിരുന്നു. അത്തരത്തിൽ അതൊരു വലിയ വിജയം കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് തന്നെ PV അബ്ദുൽ വഹാബ് മുഖ്യമന്ത്രിയെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹം പുറത്തു വന്നപ്പോൾ അത് സ്വകാര്യ സംഭാഷണം മാത്രമാണ് എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിൽ പോലും PV അബ്ദുൽ വഹാബിനെങ്കിലും മുഖ്യമന്ത്രിയെ ചെന്ന് കാണാനും സംസാരിക്കാനുമുള്ള ഒരു സ്വരം അല്ലെങ്കിൽ ഒരു സമയം അദ്ദേഹം ചിലവഴിച്ചിരുന്നു എന്നാണ്. അത്തരത്തിൽ കോൺഗ്രസ് എന്തെല്ലാം വേണ്ട എന്ന് പറയുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പല നിലപാടുകളോടും അതൃപ്തിയുണ്ട് മുസ്ലിം ലീഗിന്. അതുകൊണ്ട് തന്നെ ഇനിയും ലീഗ് കോൺഗ്രസിനോടൊപ്പം തുടരണോ എന്ന ചിന്തിക്കേണ്ട സമയം ആയിരിക്കുന്നു. അത് തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ്, മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ ഞാനോ അല്ല. പക്ഷേ അത് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവം കൂടി പറയുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്രം രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് MP-മാർ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ നടക്കുന്ന ചർച്ച MP-മാർ ബഹിഷ്കരിച്ചിരുന്നു. ലീഗ് MP-മാരായ ET മുഹമ്മദ് ബഷീർ MP, അബ്ദുൾ സമദ് സമദാനി, നവാസ് ഗന്നി എന്നിവരാണ് പ്രതിഷേധിച്ചത്. അയോധ്യ ലോക്സഭയിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് ET മുഹമ്മദ് ബഷീർ MP ആരോപിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചർച്ചയെക്കുറിച്ച് MP-മാരെ വിവരം അറിയിച്ചത്. ഇതിനെതിരെ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ആഞ്ഞടിച്ച് മുന്നോട്ട് വരേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ രംഗത്ത് വന്നില്ല. അതോടൊപ്പം തന്നെ ഈ ചർച്ചയുടെ സഭയിൽ നടക്കുമ്പോൾ കോൺഗ്രസിന്റെ MP-മാർ പോലും പങ്കെടുത്തു. മുസ്ലിം ലീഗിന് വീണ്ടും ഒറ്റയ്ക്ക് പ്രതിഷേധിക്കേണ്ടി വന്നു. നേരത്തെ ഗ്യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവത്തിൽ, ഒരു സെക്ഷനിൽ, ആ കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണമെന്ന് ലീഗ് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും നൽകിയില്ല. അവസാനം ഈ ഗ്യാൻവാബി മസ്ജിദ് പൊളിക്കുന്നതുമായും അല്ലെങ്കിൽ അവിടെ അതിന്റെ അടിത്തറയിലേക്ക് ചൂഴ്ന്നു പോകുന്ന നടപടിയെ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ലീഗ് MP-മാർ മാത്രമാണ് പ്രതിഷേധിച്ചത്. അവിടെയും കോൺഗ്രസിനെ കണ്ടില്ല. കോൺഗ്രസിന്റെ സമീപനം, കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം അവിടെയും തുടർന്നു പോവുകയാണ് എന്നാണ് ആക്ഷേപം. അതുകൊണ്ടാണല്ലോ ഇന്നലത്തെ അയോധ്യയ്ക്ക് വേണ്ടി ഒരു ദിവസം അത്തരത്തിൽ പാർലമെന്റ് സമ്മേളനം നീട്ടിവെക്കുകയും അയോധ്യയെക്കുറിച്ചും അയോധ്യ ക്ഷേത്ര നിർമ്മാണവും പ്രാണപ്രതിഷ്ഠയും ഒക്കെ നടന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ എന്തോ സംഭവമാണെന്നും അല്ലെങ്കിൽ അത് രാജ്യാന്തര തലത്തിൽ ചർച്ചയാകുമെന്നും ഒക്കെ പറഞ്ഞൊരു പാർലമെന്റിൽ ഈ ഒരു ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിന് ഒരു ദിവസം നീക്കിവെക്കുക, അത് MP-മാരെ നേരത്തെ തന്നെ വിഷയം എന്താണെന്ന് അറിയിക്കാതെ തലേന്നാൾ രാത്രി മാത്രം ഇക്കാര്യങ്ങൾ അറിയിക്കുക, അത്തരം നിഷിദ്ധമായ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ഈ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യമാണ് വീണ്ടും വീണ്ടും ഉയരുന്നത്. ഇന്ത്യയിലെ ഒട്ടനവധി പ്രശ്നങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാനുണ്ട്. അവക്കൊന്നും പാർലമെന്റിൽ അവസരം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി പാർലമെന്റിൽ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. അതോടൊപ്പം പാർലമെന്റ് നടപടിക്രമങ്ങൾ പ്രകാരം പൊതുവായ ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാർട്ടി നേതാക്കൾ നിരന്തരമായി നോട്ടീസ് കൊടുത്തിട്ടും അതൊന്നും അംഗീകരിക്കാതെ ഇപ്പോൾ
തലേ ദിവസം രാത്രി വരെ അജണ്ട എന്താണെന്ന് വ്യക്തമാക്കാതെ പിറ്റേന്ന് അയോധ്യ വിഷയം ചർച്ച ചെയ്യുന്നതിന് വഴിയൊരുക്കുകയായിരുന്നു. ഈ സർക്കാരിന്റെ എല്ലാ നീക്കങ്ങളും നിഗൂഢമാണ്. BJP കലക്കിയ വെള്ളത്തിൽ അല്ലെങ്കിൽ കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുകയാണെന്നും ലീഗ് നേതാക്കൾ പറയുന്നു. ലീഗ് നേതാക്കൾക്കെങ്കിലും ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടായിപ്പോയല്ലോ. കോൺഗ്രസ് ഇക്കാര്യത്തിലെല്ലാം തന്നെ മൗനം പാലിക്കുകയാണ്. ഇത്തരമൊരു നടപടി നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ ഒരു ദിവസം മാറ്റിവെക്കുക, അവിടെ ഇരിക്കാൻ ഈ കോൺഗ്രസ്സുകാർക്ക് എങ്ങനെ സാധിച്ചു എന്നാണ് മുസ്ലിം ലീഗ് MP-മാർ ചോദിക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ പ്രത്യേകിച്ച് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അവരെ വിഷമത്തിലാക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിട്ടുണ്ടാവുക ഈ കാര്യം തന്നെയായിരിക്കും. കാരണം തങ്ങളുടെ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ അയോധ്യ രാമക്ഷേത്രം പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച അവിടെ നടക്കുമ്പോൾ പ്രതിഷേധിക്കാൻ ലീഗ് MP-മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസ് MP-മാർ അവിടെ AC ഉള്ള പാർലമെന്റ് മന്ദിരത്തിനകത്ത് ലോക്സഭയിൽ ഇരുന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. അത് നിർഭാഗ്യകരമായി പോയി എന്നാണ് E.T. മുഹമ്മദ് ബഷീർ MP പറഞ്ഞത്. അതായത് ലീഗിന് പ്രതിഷേധമുണ്ട്, കോൺഗ്രസിന്റെ ഈ നടപടിയിൽ ലീഗിന് പ്രതിഷേധമുണ്ട്, അത് നിർഭാഗ്യകരമായി പോയി എന്ന് മാത്രമാണ് E.T. ബഷീർ MP പറഞ്ഞത്. ന്യൂനപക്ഷത്തിന്റെ സങ്കീർണമായ പ്രശ്നങ്ങളടക്കം ഉത്തരാഖണ്ഡിലെ സംഭവ വികാസങ്ങളടക്കം ചർച്ച ചെയ്യുവാൻ പലപ്പോഴും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും അതിന് മുന്നോട്ട് വന്നില്ല എന്നും E.T. മുഹമ്മദ് ബഷീർ MP പറയുന്നു. ഇപ്പോൾ ഒരു ദിനം തന്നെ അയോധ്യ വിഷയം ചർച്ച ചെയ്യാൻ മാറ്റിവെച്ചു. നരേന്ദ്രമോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പാർലമെന്റിൽ ഏത് ഘട്ടത്തിലും മുസ്ലിം ലീഗ് പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധം തുടരുമെന്നും ഇന്നലെ MP-മാർ പറഞ്ഞു. രാജ്യത്തെ മതേതരത്വത്തെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞ ഒരു സർക്കാരാണ് ഇന്ത്യയിലേത്. ആ ഗവൺമെന്റ് നയങ്ങളെ സർവശക്തിയും ഉപയോഗിച്ച് എതിർക്കുമെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ E.T. മുഹമ്മദ് ബഷീർ MP വ്യക്തമാക്കി. ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചരണ വിഷയം അയോധ്യയാണെന്ന് വ്യക്തമാക്കുന്നതാണ് പാർലമെന്റിലെ നടപടികൾ. അതേസമയം മറ്റൊരു കാര്യം കൂടി ഇന്നലെ നടന്നു. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനി പള്ളിയും മദ്രസയും പൊളിച്ചു മാറ്റിയതിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി CPIM MP-മാർ. എളമരങ്കേരിയും A. റഹീം എന്നിവരാണ് സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് രാജ്യസഭാ ചെയർമാനോട് ആവശ്യപ്പെട്ടത്. ഉത്തരാഖണ്ഡിൽ കയ്യേറ്റം ആരോപിച്ച് മദ്രസയും പള്ളിയും പൊളിച്ചു മാറ്റിയതും പ്രതിഷേധാർഹമാണെന്നും MP-മാർ പറഞ്ഞു. പ്രതിഷേധിച്ചവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിട്ട സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെയാണ് നോട്ടീസ്. സംഭവത്തിൽ രാജ്യസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഈ സമീപനങ്ങളോട് മുസ്ലിം ലീഗും CPIM-ഉം ഒരു തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. CPM-ഉം ലീഗും മാത്രമാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ സംസാരിക്കുന്നത്. കോൺഗ്രസിന് അതിനൊന്നും സമയമില്ല. അതാണ് ആ ഒരു സ്ഥിതിയാണ്, ആ ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ മുസ്ലിം ലീഗിലും CPM-ലും വിശ്വസിക്കുന്നതും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതും എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു ഷോക്കിംഗ് ന്യൂസ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് കോൺഗ്രസിൽ കാണുന്ന നേതാക്കന്മാർ നാളെ BJP-യിലായിരിക്കും. ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വരുന്നു. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥ് BJP-യിലേക്കെന്ന സൂചന വരുന്നു. കമൽനാഥ്, മകൻ നകുൽനാഥ്, വിവേക് തൻഖ എന്നിവർ BJP-യിലേക്കെന്നാണ് റിപ്പോർട്ട്. BJP നേതൃത്വവുമായി കമൽനാഥ് ചർച്ച നടത്തിയതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കമൽനാഥിന് രാജ്യസഭാ സീറ്റും മകൻ നകുൽനാഥിന് ലോക്സഭാ സീറ്റും BJP വാഗ്ദാനം ചെയ്തെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 13 കമൽനാഥ് MLA-മാരെ അത്താഴ വിരുന്ന് ക്ഷണിച്ചിട്ടുണ്ട്. കമൽനാഥിന്റെ ഭോപ്പാലിലെ വസതിയിൽ വെച്ചാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് കമൽനാഥ് സോണിയാഗാന്ധിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സാധ്യതകൾ വിദൂരമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന് പിന്നാലെയാണ് BJP-യുമായുള്ള ചർച്ച നടക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അധികാരമോഹികളായ കുറച്ച് നേതാക്കൾ, അധികാരം അവർക്ക് കിട്ടിയില്ലെങ്കിൽ അത് എവിടുന്നാണോ കിട്ടുന്നത് അങ്ങോട്ടേക്ക് പോകും. എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടാവുന്ന കോൺഗ്രസ് നേതൃത്വം. ഈ കോൺഗ്രസിനെയും ഈ കോൺഗ്രസ് നേതൃത്വത്തെയും കണ്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് നടക്കുന്നത്. എന്തിനാണ് കോൺഗ്രസിന്റെ തൊഴുത്തിലെ പശുവായി മുസ്ലിം ലീഗ് നിൽക്കുന്നത്? അങ്ങനെ ആരുടെയും തൊഴുത്തിൽ കെട്ടാവുന്ന ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ്. അത് മുസ്ലിം ലീഗിനും വ്യക്തമായി തന്നെ അറിയാം. എങ്കിലും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ മുസ്ലിം ലീഗ് എല്ലാ കാലത്തും തങ്ങളാലാകുന്ന രീതിയിൽ
പ്രതിഷേധിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താൻ കോൺഗ്രസിനെ പിടിച്ചാൽ മാത്രമേ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനാകൂ എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണോ മുസ്ലിം ലീഗ് ഇവരെ കൂടെ കൂടുന്നത്? കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഭാവിയിലെങ്കിലും ഇനിയിപ്പോൾ BJP ഗവൺമെന്റ് തന്നെ അടുത്തതും വരാൻ പോകുന്നു എന്നൊക്കെയാണ് വിലയിരുത്തലുകൾ വരുന്നത്. അപ്പോൾ ഭാവി കണ്ടാണോ ഇപ്പോൾ ഈ കലികാലത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്ന പോലെ നിലവിൽ അങ്ങനെ പോട്ടെ, ഭാവിയിലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കണ്ടുകൊണ്ടാണോ മുസ്ലിം ലീഗ് ഈ കോൺഗ്രസിന്റെ പിന്നാലെ പോകുന്നത്? നല്ല ഒരു നിലപാടില്ലാത്ത, എപ്പോൾ വേണമെങ്കിലും നിലപാട് മാറ്റാകുന്ന, എപ്പോൾ വേണമെങ്കിലും BJPയിലേക്ക് പോകാൻ ഉദ്ദേശിച്ച് നിൽക്കുന്ന നേതാക്കന്മാർ, എപ്പോൾ വേണമെങ്കിലും നിലപാട് മാറ്റുന്ന കോൺഗ്രസ്, ഒരു മുന്നണി ഉണ്ടാക്കിയാൽ പോലും അത് ശിഥിലമാകുന്നത് ദിവസങ്ങൾക്കുള്ളിലാണ്. അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിനെ വിശ്വസിച്ച് എത്ര കാലം ഇനിയും തുടരാൻ സാധിക്കും മുസ്ലിം ലീഗ്? അത് മുസ്ലിം ലീഗ് തന്നെ വിലയിരുത്തട്ടെ.